ഗായ്സ്, ഇന്ന് വളരെ ഹെക്റ്റിക് ആയിട്ടൊരു ഡേ ആണ്. രാവിലെ തന്നെ ഞാൻ പാർലറിൽ പോയി എൻ്റെ ഹെയറൊക്കെ കെട്ടിയിട്ട് ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഞാൻ കെട്ടിയ മുടി ശരിയാവില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പാർലറിൽ പോയത്. അങ്ങനെ ഞാനും അനിയനും അനിയത്തിയും കൂടെയാണ് പോയത്. ട്രിവാൻഡ്രത്ത് മ്യൂസിയത്തിൽ വെച്ചിട്ടായിരുന്നു ഷൂട്ട്. അങ്ങനെ രാവിലെ തന്നെ ഷൂട്ട് രാവിലെ 9:30 എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും 10:30 ആയി. അത് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞ് ഉച്ചയ്ക്ക് എനിക്ക് സദ്യ കഴിക്കണമെന്ന് ക്രേവിങ്സ് ആയിട്ട് ഞങ്ങൾ നേരെ മദേഴ്സ് വെജ് പ്ലാസയിൽ വിട്ടു. സദ്യയും കഴിച്ചു. അങ്ങനെ രാവിലെ ഫോട്ടോഗ്രാഫറിൻ്റെ ഷൂട്ടായിരുന്നു. ഉച്ചയ്ക്ക് എൻ്റെ തന്നെ ഷൂട്ടായിരുന്നു. അതായത് എനിക്ക് വേണ്ടി കുറച്ച് ഡാൻസ് റീൽസും പിന്നെ എൻ്റെ അനിയൻ എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു തന്നു. മറ്റത് ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ടാണ് അങ്ങനെ. ഇതെനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും വാഗനർ ഡ്രൈവ് ചെയ്യുന്നത്. അങ്ങനെ അനിയൻ്റെ വക കുറച്ചധികം ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. ഗായ്സ്, രാവിലെ 9:30 ഇറങ്ങിയതാണ്. ഇതുവരെ ഷൂട്ട് കഴിഞ്ഞിട്ടില്ല. ഡൺ ഗൈസ്. ഫോട്ടോഗ്രാഫറിൻ്റെ ഷൂട്ട് കഴിഞ്ഞു. ഇപ്പം ഞാൻ എനിക്ക് വേണ്ടി ഷൂട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. ദേ ഒരാൾക്കിറങ്ങി നടക്കുന്നു. ഡെഡ് ഗൈസ്. ഒട്ടും വയ്യ. ക്യാമറമാൻ എണീക്കുന്നില്ല. മിസ്റ്റർ എണീക്കൂ, എണീക്കൂ, സ്റ്റാൻഡപ്പ്. ഈ മഴയല്ല, എന്തോ സാധനം താഴെ വന്നു. പക്ഷെ ഭയങ്കര ഓണസ്റ്റായിട്ട് പറഞ്ഞാൽ ഞങ്ങൾ 3 പേരും ഡെഡായിപ്പോയി. കാരണം അത്ര ഹെക്റ്റിക്കായി. രാവിലെ ഇറങ്ങിയതായിരുന്നു. വൈകുന്നേരം 6:30 ആയപ്പോഴാണ് ഞങ്ങൾ ഈ പാനിപ്പൂരി വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സ്റ്റൈൽ പ്ലസിൽ പോയിട്ട് എനിക്കാണെങ്കിൽ കിൻഡർ ജോയ് ഡിസ്നി പ്രിൻസസ് എഡിഷൻ ഇപ്പം ഭയങ്കര ഒബ്സഷനായിട്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ കളക്ഷൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. 4 പ്രിൻസസ് ഉണ്ട്. 4 3 കിട്ടി. ബാക്കി ഒരാളെയും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ തപ്പിപ്പിടിച്ച് കുലുക്കി നോക്കി എടുത്ത് ഇങ്ങനെ ഓരോന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്റ്റൈൽ പ്ലസിലും കയറി. ഞങ്ങൾ സ്റ്റൈൽ പ്ലസിൽ തന്നെ ഒരു കഫേ ഉണ്ട്. അപ്പം ഞങ്ങൾ വളരെയധികം ടയേർഡായതുകൊണ്ട് ഞങ്ങൾ ഷോപ്പിംഗൊക്കെ കഴിഞ്ഞിട്ട് നേരെ ആ കഫേയിലോട്ട് വിട്ടു. എന്തെങ്കിലും വീട്ടിലോട്ട് വാങ്ങിച്ചുകൊണ്ട് പോകാം. അവിടെ ഇരുന്ന് കഴിക്കാനായിട്ടൊന്നും വയ്യ. എങ്ങനെയെങ്കിലും ഈ ഡ്രസ്സൊന്നും ഊരിയാൽ മതിയെന്നായിരുന്നു. കാരണം തലയിലിങ്ങനെ എക്സ്റ്റൻഷനും ഇതെല്ലാം കൂടെ വെച്ചിട്ട് ആകെ വല്ലാത്തൊരു ഫീലിംഗ്. ഇതൊക്കെ 7:30 സമയമാണ് ഗൈസ്. രാവിലെ തൊട്ട് ഈ നേരം വരെ ഇങ്ങനത്തെ ഒരു ഇരിപ്പാണ്. അങ്ങനെ വീട്ടിലെത്തി പിന്നെ ഞങ്ങൾ 3 പേരും ഡെഡായി. പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. പിസ്സ എന്തോ ഓർഡർ ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞ് എൻ്റെ മുടി അഴിക്കുന്ന പാടാണ്. അയ്യോ, ഹെയർ എക്സ്റ്റൻഷനും മുടി ക്രിമ്പും അതും ഇതൊക്കെ ചെയ്തിട്ട് മുടി ഫുൾ ഭയങ്കര ശോചനീയ അവസ്ഥ. എൻ്റെ മുടി മറ്റേ പളിമണ്ണിയുടെ മുടി പോലെയായി ഗൈസ്. ചുരുണ്ടിട്ട് അവസരം കുളിച്ചിട്ടാണ് ശരിയായി. പിന്നെ ഫുഡ് കഴിച്ചിട്ട് അവർ പോയി ഗൈസ്. സോ ദാറ്റ് വാസ് ദ ഡേ. ബൈ.